ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. 17-ാം തീയതി നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. ഒരു വിവാഹം എങ്ങനെ സമൂഹത്തിൽ ചർച്ചയാവുന്നു? വലിയ വലിയ ആളുകളുടെ വിവാഹമൊക്കെ വലിയ ചർച്ചയാവാറുണ്ട്. ഇപ്പോൾ നമ്മുടെ അടൂർ പ്രകാശിൻ്റെ മകൻ്റെ ഒക്കെ വിവാഹം വലിയ ചർച്ചയായിരുന്നു. ബിജു രമേശിൻ്റെ മകനോ മകളുമായിട്ടായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് രണ്ടുപേരുടെ ആരൊക്കെയാണ് കല്യാണം കഴിച്ചത്, രണ്ടുപേരും മകളോ മകനോ ആണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ആരുടെയാണുള്ള കാര്യം എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത് വലിയ ചർച്ചയായിരുന്നു. നേതാക്കന്മാരെല്ലാം പങ്കെടുത്തിരുന്നു. ഈ അടുത്ത് ഒരു CPM നേതാവിൻ്റെ മകളുടെ കല്യാണം വലിയ രീതിയിൽ നടന്നപ്പോൾ അതിനെ തോളിക്കൊണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അതും ചർച്ചയായിട്ടുണ്ടായിരുന്നു. നമ്മുടെ BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങും ചർച്ചയായിരുന്നു. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രമുഖരൊക്കെ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ മകൻ്റെ കല്യാണം ഇപ്പോൾ ഗവർണർ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതും ചർച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിവാഹങ്ങൾ രാഷ്ട്രീയ അതുപോലെ തന്നെ സിനിമാ താരങ്ങളുടെയൊക്കെ മക്കളുടെ വിവാഹമൊക്കെ വലിയ ചർച്ചയാവാറുണ്ട്, സ്വാഭാവികമാണ്. ആ രീതി നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം എന്താ പറയുക, ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ഇപ്പോഴത്തെ ജയറാമിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. രാധികയൊക്കെ കഷ്ടപ്പെടുക, രാധിക സുരേഷ് ഗോപിയുടെ വൈഫ് കഷ്ടപ്പെടുകയാണെന്നും ആഡിറ്റോറിയത്തിനും മറ്റു ചടങ്ങിനൊക്കെ വെച്ച് പൈസ സുരേഷ് ഗോപി ചാരിറ്റിക്ക് വേണ്ടി എടുത്തും വിനിയോഗിക്കുന്നത് പാവപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ കൊടുക്കുന്നതും അതൊക്കെ ജയറാം പറയുന്നുണ്ട്. ഇതേ സുരേഷ് ഗോപി എന്നെ ഒരു ചടങ്ങിൽ ആരോ സഹായം ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നെ ജയിച്ച് MP ആക്കുകൊണ്ട് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ആ വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നതുകൊണ്ട് ഈ പറയുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം, ആ വിവാഹം തന്നെ വലിയൊരു രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നാണ് പറയപ്പെടുന്നത്. കാരണം അദ്ദേഹം നല്ല കാര്യമല്ലേ, അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൈക്കുഞ്ഞുമായിട്ട് മുല്ലപ്പൂ വയ്ക്കാൻ നിന്നൊരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് മുല്ലപ്പൂ വാങ്ങുന്നു. അവർക്ക് സന്തോഷമായി, അവർക്ക് അത്യാവശ്യം എന്താ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്ന രീതിയിലുള്ള പൈസ കിട്ടി. കാരണം അവർ ഇത്ര മുല്ലപ്പൂ വിറ്റാലാണ് വയറിറയുള്ള പൈസ കിട്ടുന്നത് നമുക്കറിയാം. എത്ര മണ്ണ് വയ്ക്കുമ്പോഴാണ് ഒരു പണ്ണ് മേടിക്കാനുള്ള പൈസ കിട്ടുന്നത്, അല്ലെ എത്ര ഷൂ പോളിഷ് ചെയ്യുമ്പോഴാണ് ഒരു പണ്ണ് മേടിക്കാനുള്ള പൈസ കിട്ടുന്നത്. റോക്കി ബായി പറഞ്ഞ പോലെ തന്നെ ഇതിൽ അത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം തൃശ്ശൂർ ഗുരുവായൂർ വെച്ചൊക്കെ നടത്തുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ഉദ്ദേശമൊക്കെ എല്ലാവരും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിന് പരമായിട്ട് ഗുരുവായൂർ വെച്ച് നടത്തുന്നതാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ പുള്ളി ഇപ്പോൾ ഇലക്ഷന് ജയിക്കണമെങ്കിൽ 10% വോട്ട് എക്സ്ട്രാ പിടിക്കണം. ഒരു കല്യാണം നടത്തിയെന്ന് പറഞ്ഞ് 10% വോട്ട് കിട്ടുമോ? ഇല്ല. ഇപ്പോൾ നരേന്ദ്രമോദി വരുന്നു, നരേന്ദ്രമോദി വിളിക്കാൻ പോയത് ചർച്ചയായിരുന്നു. നരേന്ദ്രമോദി ആദ്യം വിളിക്കാൻ പോകുന്നു, രണ്ടാമത് പോകുന്നു, അതൊക്കെ ചർച്ച ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്ന സംഭവവികാസങ്ങളാണ്. ഇപ്പോൾ 17-ാം തീയതി വിവാഹം. നരേന്ദ്രമോദി 2 ദിവസത്തെ കേരള സന്ദർശനത്തിന് വരുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിൽ അദ്ദേഹം 1 മണിക്കൂറോ 2 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന റാലിയൊക്കെ ഉണ്ട്. വലിയ പരിപാടി നടത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നു. ഗുരുവായൂർ അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം പ്രാർത്ഥിക്കുന്നു. ശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കുന്നു. അദ്ദേഹം വരുന്നത് ഏതാണ്ട് 7 മണിക്കോ 9 മണിക്കോ ഇടയിലാണ്. അവിടെ ഈ ദിവസം തന്നെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള ദിവസമാണ്. രാവിലെ 6 മുതൽ 9 വരെ നല്ല മുഹൂർത്തങ്ങൾ ഒരുപാട് ജ്യോത്സ്യന്മാർ കുറിച്ചു കൊടുത്ത ദിവസമാണ്. ഇത് കണ്ട് മുൻകൂട്ടി തന്നെ അവിടെ രജിസ്റ്റർ ചെയ്തു പണം അടച്ച് വിവാഹം ബുക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ സമയത്ത് കുടുംബക്കാരെയൊക്കെ വിളിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം മറ്റ് വിവാഹങ്ങളൊന്നും നടത്താൻ പാടില്ല എന്ന് പറയുന്ന കാരണമുണ്ട്. കാരണം എന്താ, പ്രധാനമന്ത്രിയാണ് വരുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കേണ്ട വ്യക്തിയാണ്. അതിപ്പോൾ ആര് പ്രധാനമന്ത്രി ആയാലും ഈ പ്രോട്ടോകോളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ സുരക്ഷയുണ്ട്. സുരക്ഷയുടെ ഭാഗമായിട്ട് വേറെ ആരെയും കയറ്റി വിടത്തില്ല, ഫുള്ളടയ്ക്കും. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം മാത്രം അവിടെ നടക്കും. പ്രധാനമന്ത്രി വരുന്നു, പോകുന്നു. ഈ സമയത്ത് മാറ്റിവെക്കുന്ന എന്താ പറയുക, ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഒരേ സമയം ഒരുപാട് വിവാഹങ്ങൾ. ജഗദീഷിൻ്റെ ഒരു സിനിമയുണ്ട്, ഈ വധു മാറിപ്പോകുന്നതൊക്കെ. ഇങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ വധു മാറിപ്പോയി കല്യാണം കഴിക്കുന്ന സിനിമ, മലയാള സിനിമയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് വിവാഹങ്ങൾ ഒരേ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പൊങ്കാല അടുപ്പ് വെച്ചിരിക്കുന്ന പോലെ വിവാഹം നടക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ ആ വിവാഹങ്ങളൊക്കെ 9 മണിക്ക് ശേഷത്തേക്ക് മാറ്റി. അത് 6-നും 9-നും മധ്യേ മുഹൂർത്തം കുറിച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ വെച്ച് ഒരു വിവാഹവും
ഗുരുവായൂർ നടക്കത്തില്ല. അപ്പോൾ ഈ സമയം കുറിച്ച് കൊടുത്ത ജ്യോത്സ്യന്മാരാരായി? ഈ മുഹൂർത്തത്തിൽ കല്യാണം നടത്തണമെന്ന് തീരുമാനിച്ച വീട്ടുകാരാരായി? ഈ മുഹൂർത്തത്തിന് ബന്ധുക്കാരെ എല്ലാവരും ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. ഗുരുവായൂർ അമ്പലമാണ്, പരിമിതിയുണ്ട്. കുറച്ച് ആളുകളെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത്ര ആളുകളെ കൊണ്ടുവന്നവരായി. ഇതും പോരാ, സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി വരുന്നവരുടെ ആധാറും ഐ ഡി കാർഡൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. രജിസ്റ്റർ ചെയ്യണം വരുന്ന ആളുകൾ, കൊറോണ പ്രോട്ടോക്കോളിൻ്റെ സമയത്തുള്ള പോലെയൊക്കെയാണ് പറയപ്പെടുന്നത്. ആര് പെട്ട്? ആരാണ് പെടുന്നത്? ഇവിടെ ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്? അത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ പ്രധാനമന്ത്രിയാണ് വരുന്നത്, പ്രോട്ടോക്കോളാണ്, അത് ലംഘിക്കാതിരിക്കാൻ പറ്റത്തില്ല. സുരക്ഷയുടെ ഭാഗമാണ്, രാജ്യസുരക്ഷയുടെ ഭാഗമാണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സുരക്ഷാ വീഴ്ച വന്ന് കല്യാണത്തിന് വന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തം പ്രധാനമന്ത്രിയെ ഒരു കരിങ്കൊടി എനിക്ക് ചെരുപ്പറിയുക എന്ത് ചെയ്താലും സുരക്ഷാ വീഴ്ചയാണ്. അത് വലിയ ആഭ്യന്തര പ്രശ്നമാകും. കാരണം പാർലമെന്റിൽ 2 പേര് മണ്ടേന്നൊക്കെ എടുത്ത് ചാടിയിട്ട് തന്നെ എന്തോ വിഷയമായി. ചോദ്യം ചെയ്ത എം പിമാരെയൊക്കെ സസ്പെൻഡ് ചെയ്ത് ഒതുക്കി തീർത്തെന്നല്ലാതെ BJP ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ വല്ലതും സംഭവിച്ചാൽ എന്തോ നാണക്കേടാവും. അതുകൊണ്ട് നിങ്ങളുടെ മുഹൂർത്തം നിങ്ങൾ ഒന്നുകൂടി നോക്കിച്ചിട്ട് 9-ന് ശേഷമുള്ള ശുഭമുഹൂർത്തങ്ങളിൽ വിവാഹം നടത്തുക. അതേ ഇനി നിവർത്തിയുള്ളൂ. കാരണം പ്രധാനമന്ത്രിയാണേ വരുന്നേ. പ്രധാനമന്ത്രി വരുന്നെന്ന് ജ്യോത്സ്യന്മാർ മുൻകൂട്ടി കണ്ടില്ല. എന്താ ചെയ്യുക? അങ്ങനെ പാവങ്ങളെ സഹായിക്കുന്ന ഒരു പാവം പിടിച്ച ആൾ മകളുടെ കല്യാണത്തിന് ഒരു വലിയ VIP എത്തുന്നുണ്ട്. വേറെ കുറേ പേരുടെ മക്കളുടെ വിവാഹം അങ്ങോട്ട് മാറ്റി വെക്കേണ്ടി വന്നു. അന്ന് തന്നെ നടത്തുമെന്നാണ് ഗുരുവായൂർ ദേവസ്വം പറയുന്നത് കേട്ടോ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അന്ന് തന്നെ നമ്മൾ നടത്തും. നമ്മൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നടത്തും. പക്ഷെ പ്രധാനമന്ത്രി വന്ന് കല്യാണം കഴിയുമ്പോൾ അങ്ങ് പോകും. ഒന്ന് പ്രാർത്ഥിച്ച് ഏതാണ്ട് ഒരു അരമണിക്കൂർ സമയം അതിനകത്ത് മൊത്തത്തിൽ അരമണിക്കൂറിനകത്തേ നിൽക്കത്തുള്ളൂ. അതിനങ്ങ് പോകും. അത് കഴിഞ്ഞ് നമുക്ക് കല്യാണമൊക്കെ വെക്കാമെന്നേ. ആരും പരിഭ്രമിക്കണ്ട. എല്ലാ കല്യാണവും നടക്കും. അവിടെ വരുന്നവർക്കൊക്കെ നല്ല പായസം കൂട്ടി സദ്യയും കഴിച്ചിട്ട് പോവാം. പിന്നെ വീട്ടിൽ പോയിട്ട് എന്തായാലും റിസപ്ഷൻ വയ്ക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പറയാമല്ലോ. പ്രധാനമന്ത്രിക്ക് വേണ്ടി ഞാൻ കുറച്ച് സമയം മാറി ഇന്നു നിങ്ങൾക്ക് പറയാമല്ലോ. അത് തന്നെ വലിയ കാര്യമാണ് വിചാരിക്കുന്നേ. അല്ലാതെ ഇപ്പോൾ എന്നാ പറയാനാണ് ദൈവമേ, എന്നാ പറയാനാ. അപ്പോൾ നമ്മുടെ സുരേഷേട്ടൻ ചതിക്കില്ല. ചതിക്കാത്ത സുരേഷേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി എന്നുകൊണ്ട് എൻ്റെ മകൻ്റെ വിവാഹം ഒരു 1-2 മണിക്കൂർ മാറ്റി പുതിയൊരു മുഹൂർത്തത്തിൽ ഞങ്ങൾ നടത്തി. അല്ലേ തന്നെ മുഹൂർത്തമൊക്കെ എന്നുണ്ടായി. അപ്പോൾ അത് തന്നെ